മലയാളം കലണ്ടറിലെ അവസാന മാസമായ കർക്കിടകം ചികിത്സയുടെ കാലമാണ്. ആത്മീയവും ശാരീരികവുമായ ക്ഷേമത്തിനായും ശരീരപുഷ്ടിക്കും പരിപാലനത്തിനുമായി ശ്രദ്ധ ചെലുത്തുന്ന ഒരു മാസം കൂടിയാണ് കർക്കിടക മാസം. 3 സുഹൃത്തുക്കൾ ചേർന്ന് എറണാകുളത്തെ കൊമ്പാറയിൽ ഒരുക്കിയിട്ടുള്ള പ്രകൃതി ഭക്ഷണശാലയുടെ വിശേഷങ്ങളാണ് ഇനി. കർക്കിടകത്തിൽ പാരമ്പര്യ തനിമയാർന്ന ഭക്ഷണം ഒരുക്കി നൽകുന്ന ഇടമാണ് പ്രകൃതി ഭക്ഷണശാല. ഇവിടെ ഭക്ഷണം കേടുകൂടാതെ സംരക്ഷിക്കുന്നതിനായി ഫ്രിഡ്ജുകൾ പോലും ഉപയോഗിക്കുന്നില്ല. പാരമ്പര്യ രീതിയിൽ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഇവിടുത്തെ ഭക്ഷണം കഴിക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്താറുണ്ടെന്ന് ഹോട്ടൽ ഉടമ രാജൻ മറ്റമ്മേൽ പറഞ്ഞു. ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം, ആ ഭക്ഷണത്തിലൂടെ ആരോഗ്യം നേടാം എന്നുള്ളതാണ് ഇത് പ്രചരിപ്പിക്കുന്ന സിദ്ധാന്തം. നമുക്ക് കേരളത്തിൻ്റെ പഴയ ചരിത്രം പരിശോധിക്കുമ്പോൾ സമ്പന്നന്മാരുടെ വീട്ടിലായിരിക്കാം ഏതാണേലും കർക്കിടക മാസത്തിൽ എല്ലാത്തരം രുചികൾ ചേർത്തിട്ട് വാത പിത്ത കഫങ്ങളെ ആയുർവേദത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി, കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ വെല്ലുവിളി വരുന്ന ഒരു സമയമാണ് ഈ ഇടമുറിയാതെ മഴയും തണുപ്പുമുള്ള കർക്കിടക മാസം. മണ്ണ്, ഓട്, പിച്ചള, ചെമ്പ്, ഇരുമ്പ് പാത്രങ്ങളിലാണ് പാചകം ചെയ്യുന്നത്. വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമാണ് ഈ ഭക്ഷണശാലയുമായി ഉള്ളതെന്ന് വഹാബും സൈഫുന്നൈസയും പറയുന്നു. 28 വർഷമായിട്ട് ഈ ഇവിടുത്തെ ഫുഡ്, അതായത് ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുന്നവരാകുന്ന രീതിയിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന സദ്യയിൽ നിന്നൊക്കെ വളരെ വിഭിന്നമാണ്. ഇത് ഫൈബറും ന്യൂട്രീഷ്യൻസും കൂടുതലുള്ളൊരു രീതിയിലുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റാണ്. എന്തായാലും ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്, നമുക്കൊരു ഊർജ്ജം കൂടുതൽ കിട്ടുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രകൃതി ജീവന സിദ്ധാന്തങ്ങളിൽ അധിഷ്ഠിതമായ പാചകരീതികൾ പിന്തുടരുന്ന ഭക്ഷണശാലയാണിത്. 30 വർഷങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് പ്രകൃതി ആരോഗ്യ ഭക്ഷണ കേന്ദ്രം ആരംഭിച്ചത്. കോമ്പാറ ജംഗ്ഷനിലെ ഇപ്പോഴത്തെ ഭക്ഷണശാലയും ഇതിന്റെ തുടർച്ചയാണ്. പരമ്പരാഗത കർക്കിടക കഞ്ഞിയും വിശേഷമായ കർക്കിടക സദ്യയും ഒരുക്കിയാണ് ഈ ഭക്ഷണശാല എല്ലാവരുടെയും ആരോഗ്യ സംരക്ഷണം ഒരുക്കുന്നത്. എണ്ണയും ഉപ്പും അധികം ഉപയോഗിക്കാതെ മറ്റു മായങ്ങൾ ചേർക്കാത്ത ആരോഗ്യകരമായ ഭക്ഷണമാണ് ഇവിടെ ലഭിക്കുന്നതെന്ന് കേശവൻ നമ്പൂതിരിയും അഭിപ്രായപ്പെട്ടു. പക്ഷെ നാച്ചുറൽ കളർ എല്ലാം ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഹോട്ടലിലാണെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഈ ഫുഡിലുള്ള കളറുകളുണ്ടല്ലോ. ഇപ്പം നമ്മൾ മത്തങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു കളറുണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എടുത്താൽ അതിനകത്തൊരു കളറുണ്ട്, ക്യാരറ്റിനകത്തൊരു കളറുണ്ട്, കരോട്ടിനുണ്ട്. അപ്പം അങ്ങനെയുള്ള നാച്ചുറൽ കളർ മാത്രമേ ഇവിടെ ഫുഡിനകത്തുള്ളൂ. ഒരു ആർട്ടിഫിഷ്യൽ കളറും ചേർക്കുന്നില്ല, ഉപ്പ് കൂടുതലായിട്ട് ചേർക്കുന്നില്ല, ഷുഗർ ചേർക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. കേശവൻ നമ്പൂതിരി എന്നാണ്. കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ എല്ലാത്തരം രുചികളുടെയും സമന്വയമുള്ള പ്രത്യേക വിഭവങ്ങളാണ് ഒരുക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയാണ്, വളരെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. പായസവും സ്വീറ്റ്സും എല്ലാം ഉണ്ട്. തഴുതാമ സൂപ്പ്, തേനും തവിടും, വിവിധതരം സാലഡുകൾ, എരിശ്ശേരി, കാളൻ, പച്ചയായ അച്ചാറുകൾ, വിശേഷപ്പെട്ട അവിയൽ, കൂട്ടുകറി, ഉണക്കലരി, ഉലുവ ശർക്കരച്ചോറ് തുടങ്ങിയവയെല്ലാം കർക്കിടക സദ്യയുടെ ഭാഗമാണ്. DD ന്യൂസ്, എറണാകുളം.